റെഡ് കാർപ്പറ്റിന് പെർഫെക്റ്റ് ആയിട്ടുള്ള 2 ഗസ്റ്റുകളാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഒരു സുന്ദരനായ പാട്ടുകാരനും സുന്ദരിയായ പാട്ടുകാരിയും. രണ്ടുപേരും ഇങ്ങനെ അതായത് പ്രണയം മനസ്സിൽ കൊണ്ടു നടക്കുന്ന 2 ആൾക്കാരാണ് അല്ലേ? ഞാൻ എപ്പോഴും കൊണ്ടു നടക്കാറുണ്ടല്ലോ. എനിക്ക് അറിയാം. അഞ്ജു എങ്ങനെയാണ്? ഞാനും കൊണ്ടു നടക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കാറുണ്ടല്ലോ ചിലപ്പോ. അത് നമുക്ക് അങ്ങനെ സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ മാറ്റി വെക്കും. അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ? കിടക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഓക്കെ, സോ അഞ്ജു ആൻഡ് ശ്രീനാഥ്, നമ്മളിങ്ങനെ പ്രണയ ദിനത്തിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു പെർഫെക്റ്റ് എൻട്രി ഒക്കെ തന്നു, അതുകൊണ്ട് ഞാൻ പൂവൊക്കെ തന്നു. അപ്പൊ ഞാനല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി പൂ തരുന്ന ആള്. എത്ര പൂക്കള് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും, കോളേജിലും സ്കൂളിലും ഇപ്പോഴും? പൂക്കളായിട്ട് ആക്ച്വലി എനിക്ക് കിട്ടിയിട്ടും കൊടുത്തിട്ടൊന്നുമില്ല. ഞാനാണോ ആദ്യമായിട്ട് തരുന്നത്? എനിക്ക് പൂക്കളായിട്ട് അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഉള്ള പറിക്കല് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ സത്യമായിട്ടും പൂ ആർക്കെയും കൊണ്ട് കൊടുക്കുവോ? ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൂക്കൾ സംബന്ധിച്ചൊരു കണക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പൂ കൊടുക്കുന്ന നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബാക്കിയുള്ള കലാപരിപാടികളാണ്. അപ്പൊ ഇങ്ങോട്ടും ആരും പൂ തന്നിട്ടില്ല? പൂവായിട്ടൊന്നും തന്നിട്ടില്ല. ഇനി അഞ്ജുവിന് എങ്ങനെയാണ്? എനിക്ക് പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. അഞ്ജുന് കിട്ടും. കൊടുത്തിട്ടുള്ളതോ? അതെത്ര? കൊടുത്തിട്ടില്ല, പൂ കൊടുത്തിട്ടില്ല. പൂ കൊടുത്തിട്ടില്ല. ഇതേപോലെ വേറെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് പൂ തന്നു. അപ്പൊ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂ കൊണ്ട് പെട്ടെന്ന് പൂ വരുന്ന കുറെ പാട്ടുകൾ നിങ്ങൾ എനിക്ക് പാടിത്തരണം. ഞാൻ പൂ തന്നതിന് എന്തെങ്കിലും ഒരു സമ്മാനം എനിക്ക് തിരിച്ചു തരണം. തുടങ്ങാം. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? ഈണം എളിതന്നീണം നീയും കേൾക്കുന്നുണ്ടോ? പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ. പൂവാണ്, പക്ക പൂവാ. കുങ്കുമപ്പൂ. റോജാപ്പൂ കവിളത്ത് കാമദേവൻ തൊട്ടപ്പോൾ കള്ളിപ്പെണ്ണിന്ന് ഒരു കള്ളനാണം. ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെണ്ടേലൊരു വണ്ടുണ്ടോ? ഇനി അടുത്ത തമിഴുണ്ട്. തമിഴ് ഭയങ്കര. പൂക്കൾ അയ്യോ, പൂക്കൾ പൂക്കും തരുണം ആരുയിരെ பார்த்ததாருமில்லையே, പുലരും കാலை പൊഴുതി മുഴു പനിയും ഇഴந்து പോവതില്ലേ. എന്നുയിരേ മതിയോ? മതി മതി. പക്ഷെ ഇനി പാട്ടുകൾ റെഡിയാക്കി പാട്ടുകൾ കുറെ ഉണ്ടല്ലോ. കിട്ടില്ല. അപ്പൊ ആ മെയിൻ പാട്ട് വേണ്ട, അത് നമ്മൾ മാറ്റി വെച്ചിരിക്കണം അടുത്തൊരു അവസരത്തിൽ പറഞ്ഞിട്ട്. ഈ ശ്രീനാഥിനോട് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സത്യസന്ധമായിട്ട് ആൻസർ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ആദ്യമായി പ്രണയിച്ച കുട്ടിക്ക് ചുംബനം കൊടുക്കാൻ പറ്റിയോ ഇല്ലയോ? ഇല്ലില്ല. ആ കാലത്തൊന്നും അങ്ങനെ ചുംബനത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ചുംബനത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ധാരണയില്ല. അയ്യോ ദാരിദ്ര്യം. ഇന്നത്തെ കാലത്തുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കുറച്ചും കൂടെ ധാരണ വളരെ സ്പീഡാണ്. അന്നത്തെ കാലത്ത് നമുക്ക് ഇതൊക്കെ കുറച്ചും കൂടെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേടിയുള്ള സമയമാണ്. പേടിയുള്ള സമയം മാത്രമല്ല, നമുക്ക് കാര്യമായിട്ട് അറിയൂല. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അഞ്ജുവിന് ക്രഷ് തോന്നിയിട്ടുള്ള ഒരു ഗായകൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഗായകനോ? ഇപ്പോഴും ഉണ്ടല്ലോ, ബ്രൂണോ മാർസ്. ബ്രൂണോ മാർസിനടുത്ത് ഭയങ്കര ക്രഷാണ്. അല്ലാണ്ട് ഗായകൻ അല്ലാണ്ട് എനിക്ക് കുഞ്ചാക്കോ ബോബനടുത്ത് ഭയങ്കര ക്രഷ്. അന്ന സമയത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചാക്കോച്ചനടുത്ത് എനിക്ക് തോന്നുന്നു അത് എല്ലാ പെൺകുട്ടികൾക്കും ഉള്ള ഒരു കാര്യമാണ്. അതൊരു പുതിയ സംഭവമല്ല. ശ്രീനാഥിന്റെ ഏറ്റവും ബെസ്റ്റ് ഒരു പെർഫോമൻസ് എന്ന് എല്ലാവരും പറഞ്ഞ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആ ഒരു പെർഫോമൻസ് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി പാടുകയും കൂടി ചെയ്യണം. ഒരു 2 വരി. റിയാലിറ്റി ഷോയിലാണെങ്കിൽ റിയാലിറ്റി ഷോ പാട്ടുണ്ട്. പക്ഷെ ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു അതിൽ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടാം. എന്തെങ്കിലും ഒരു ഓർമ്മ അതിനെ കുറിച്ച് ഷെയർ ചെയ്യാനുണ്ടോ? അന്ന് സംസാരിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങളോ? അല്ല, അതില്
ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്ന ഒരു പ്രാവശ്യം ഞാൻ ശരസാറുടെ ഒരു പാട്ട് ഒരു റൗണ്ടിൽ ഡിവോഷണൽ സോങ് റൗണ്ടാണെന്ന് തോന്നുന്നു. അതിൽ അദ്ദേഹം ചെയ്തൊരു ഭക്തിഗാനം ഉണ്ണീഷൻ സാറ് പാടിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഞാൻ ജീവിതത്തിൽ പഠിക്കാൻ പാടുപെട്ട പാട്ട് അതാണ്. അപ്പൊ അത് കുറേ സമയം എടുത്തു. അത് സാറും എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സ്റ്റേജിൽ തെറ്റി കൊളമാക്കരുത് എന്നുള്ളത് അദ്ദേഹത്തിന് ആഗ്രഹമുള്ളതുകൊണ്ട് അവസാനം സാർ എന്നെ പറഞ്ഞു, നീ വേണമെങ്കിൽ നീ അത് ഒഴിവാക്കി എന്ന് വെച്ചിട്ട്. കാരണം എൻ്റെ അവസ്ഥ കണ്ടിട്ട്. പക്ഷെ പിന്നെ അതൊരു നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അത് നന്നായിട്ട് പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ അടുത്ത് ഇപ്പം പാടാൻ പറയരുത്, കാരണം എനിക്കത് മറന്നു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പാടുന്നത് ആ പാട്ടല്ല, വേറൊരു പാട്ട്. ഇപ്പൊ ഞാൻ അതില് തന്നെ കുറെ പെർഫോമൻസ് ചെയ്തതിൽ കണ്ടു ഞാൻ മിഴികളിൽ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര രസമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന വേറൊരു പാട്ടുണ്ട്, നീലത്താമരേ. നീലത്താമര പാടിയായിരുന്നു. അത് ഞാനും അമ്മയും കൂടെ വീട്ടിൽ ഇപ്പോഴും പറയണേ. അത് ഇതേപോലെ വിദ്യാസാഗർ സാറുടെ എന്തോ റൗണ്ട് ആയിരുന്നു. അങ്ങനെയാണ് ആ പാട്ട്. എനിക്ക് തോന്നുന്നു MG സാറിന്റെ ഒക്കെ ഭയങ്കര ഒരു പെറ്റായിരുന്നു തോന്നുന്നു ശ്രീനാഥല്ല. മിക്ക സമയത്ത് പാട്ടുകൾ പാടും. ഈ പാട്ടൊക്കെ പാടിയപ്പോഴും സാറ് ഭയങ്കരമായിട്ട് അത് ഇങ്ങനെ അതിനെ കുറിച്ച് ഞാൻ MG സാറിന്റെ കുറെ പാട്ടുകൾ ആ ഷോയില് പാടിയിട്ടുണ്ട്. ആൻഡ് വേറൊരു സത്യം ഞാൻ വെളിപ്പെടുത്തി, ഞാൻ ശ്രീനാഥിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അഞ്ജുന് അറിയില്ലായിരിക്കും. ആ സീസണിൽ എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ശ്രീനാഥ്. ഞാൻ എനിക്ക് വയ്യ, എനിക്ക് ഭയങ്കര ക്രഷ് ആയിരുന്നു ശ്രീനാഥിനോട്. കൊറേ ഗേൾസിനുണ്ടായിരുന്നു ക്രഷ്. കേട്ടില്ല ഇത്? കേട്ടു. വിടുന്നതാണോ നേരത്തെ എനിക്ക് തോന്നുന്നു സ്വാസിക നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മള് കുട്ടനാടൻ ബ്ലോഗിന്റെ അന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീനാഥാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പൊ സെറ്റിൽ വന്നപ്പോ തന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് പറഞ്ഞു, ഞാൻ ഭയങ്കര വലിയ ആരാധികയായിരുന്നു. ഇപ്പോഴും ചിലപ്പോ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോ ചിലര് പറഞ്ഞു വിടാറുണ്ട്, ബാക്കി ആരുടെയും പേര് ചോദിക്കലില്ല. കൊച്ചി എയർപോർട്ടിലെ കുറെ ചേച്ചിമാര് ഇങ്ങനെ എന്തോ ഒരു മാജിക് കാണിച്ച് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വശീകരിച്ച് വെച്ചിരിക്കുന്നു. അതെ, ഞങ്ങൾ 2 പെൺകുട്ടികളുടെ മെയിൻ ഇര താങ്കളാണ്. ശരി, ഇനി അഞ്ജുവിന്റെ ഒരു ഫേവറേറ്റ് സോങ് ഏതാണ്? ഈ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ കേറിക്കൂടിയ ഒരു പാട്ട്. ഞാനിപ്പോ റീസെന്റ് ഒരു കവർ ചെയ്തിട്ടുണ്ട്, രാവിൻ നിലാക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. അത് മതിയോ? ഓ, പിന്നെ അത് കേൾക്കാം. രാവിൻ നിലാക്കായലോളം തുളുമ്പുന്നു. ഇത്ര ഞങ്ങളുടെ അടുത്ത് ചോദിച്ചില്ലേ പ്രേമത്തെ പറ്റിയിട്ടൊക്കെ? കൊടുക്കണ്ടേ, നമുക്ക് കൊടുക്കണ്ടേ? ഇങ്ങനെ ഇതുപോലെ ആർക്കെങ്കിലും പൂ കൊടുത്ത അവസരം ഉണ്ടായിട്ടുണ്ടോ? പൂ കൊടുത്തിട്ടുണ്ട്, കുറെ പേർക്ക് പൂ കൊടുത്തു, കുറെ പൂ കിട്ടി. ഈ മ്യൂസിക് ഡയറക്ഷനെ കുറിച്ചിട്ട് പറയൂ. അതായത് ഫസ്റ്റ് ഒരു എൻട്രി കിട്ടിയത് മ്യൂസിക് ഡയറക്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുട്ടനാടൻ ബ്ലോഗ്. അത് ആര് വഴിയാണ് നേരത്തെ പരിചയം? ഇല്ല, അതിൽ ഞാൻ ചെയ്തു വെച്ച സ്ക്രാച്ചുകൾ നടൻ ഉണ്ണി മുകുന്ദൻ കേൾക്കുന്നുണ്ടായി. അപ്പോൾ അദ്ദേഹം ഡയറക്ടർ സേതു ചേട്ടൻ്റെ അടുത്ത് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേൾപ്പിച്ചപ്പോൾ ആ സമയത്ത് ഈ സിനിമയുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, എഴുത്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് സേതു ചേട്ടൻ അത് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അത് മമ്മൂക്കയിലേക്ക് കേൾപ്പിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ഇംപ്രസ്ഡ് ആയി. അപ്പോൾ ബാക്കിയുള്ള പാട്ടുകളും അവൻ തന്നെ ചെയ്യട്ടെ എന്ന് പറയും. അങ്ങനെയാണ് ആ സിനിമയിൽ. അടിപൊളി. അപ്പോൾ നമുക്ക് ആ പാട്ട് വേണമെങ്കിൽ ഒന്ന് പാടിയിട്ട് ഒരു ഗെയിമിലേക്ക് പോവാം. ഗെയിമിൽ പോകുന്നതിന് മുമ്പ് ഒരു പാട്ടാവട്ടെ. ഇനി നിങ്ങളുടെ ഗെയിമിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കാണ്. കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ വരാനുണ്ട്, അത് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഗെയിം കളിക്കാൻ റെഡി അല്ലേ? റെഡി. ഓക്കെ. സോ ഗെയിം കളിക്കാൻ ഇവർ രണ്ടുപേരും ഇവിടെ റെഡിയാണ്. ഇതൊരു പസിൽ ഗെയിമാണ്, മനസ്സിലായോ? അതായത് നമ്മൾ ഡിസോർഡർ ആയിട്ട് കുറച്ച് താരജോഡികൾ ഇവിടെ അവരുടെ പിക്ചേഴ്സ് ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ ആ താരജോഡികൾ നിങ്ങൾ കമ്പൈൻ ചെയ്യണം. ആദ്യം ഒരാൾക്ക് 1 മിനിറ്റ് സമയം, പിന്നെ ഒരാൾക്ക് 1 മിനിറ്റ് സമയം. അങ്ങനെയാണ്. ബാസ്ക്കറ്റിൽ കുറെ ഇങ്ങനെ പീസായിട്ട് അവരുടെ മുഖം ഇങ്ങനെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം ആര് കളിക്കും അത് പറ. പക്ഷെ ഞാൻ പറയാണ്, ഇതിൽ അഞ്ജു കളിക്കും. അതിനൊരു കാര്യമുണ്ട്. അത് ഈ ഗെയിം അഞ്ജു കളിച്ചാലേ അത് സെറ്റ് ആവുള്ളൂ. അതിലൊരു കാര്യമുണ്ട്. ഇത് ഗെയിം സെറ്റ് ആവുമ്പോൾ അഞ്ജുവിന് മനസ്സിലാവും. ഓക്കെ, ശരി. റെഡി 1 2 3 മ്യൂസിക്.
എനിക്ക് സാധനം മനസ്സിലായി, പക്ഷെ ഇത് വെക്കുന്നത് എന്താ മനസ്സിലായത് കുട്ടിക്ക്? ഇത് കുഞ്ചാക്കോ ബോബനാ. സമയം പോയിക്കൊണ്ടിരിക്കണം, 1 മിനിറ്റ് ഉള്ളൂ. അഞ്ജു ചാക്കോച്ചനെ മാത്രമേ ഫ്രെയിം ചെയ്യുന്നുള്ളൂ, നമ്മുടെ പെൺകുട്ടിയെ ചെയ്യുന്നില്ല. പുള്ളി എവിടെ വെക്കും? ചാക്കോച്ചന് കഴുത്തില്ല. എന്നാലും ഇവിടെ മെച്ചാട്ടോ. സമയം തീരാൻ പോവാണ്, സമയം തീരാൻ പോവാണ്. ടിക് ടിക് 1 2 ചെവി ഉണ്ടോ 3 പുള്ളിക്ക്? എന്താ? 4 5 6 7 8 9 and 10. താങ്ക്സ്. അടിപൊളി. പക്ഷേ നമ്മള് വെറുതെ പറയല്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചാക്കോച്ചനും ശാലിനിയും, അതായത് അവരുടെ മുഖം കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഒറിജിനൽ പിക്ക് അതൊന്നും നമുക്ക് കാണാം. ഓക്കെ, യെസ്. ഇനി അടുത്തത് ശ്രീനാഥ് ഗെയിം കളിക്കാൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ശ്രീനാഥ് അഞ്ജു കളിച്ചു കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഏകദേശം എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇതാ ശ്രീനാഥിന്റെ സമയമാണ്. ഇതിലേത് താര ജോഡിയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ശ്രീനാഥിന്റെ യുക്തി പോലെ അങ്ങ് ചെയ്യാം. ഓക്കെ, റെഡി 1 2 3 ആൻഡ് മ്യൂസിക്. എനിക്ക് കിട്ടി. നടക്കും, ചേട്ടനെ കൊണ്ട് സാധിക്കും. എന്നെ കൊണ്ട് സാധിക്കും. റോസ് ഒക്കെ ഉണ്ട്, ചേട്ടന് റോസ് ഉണ്ട് ടൈറ്റാനിക്കിൽ. മനസ്സിലായി, സംഭവം മനസ്സിലായി, പക്ഷെ ആളെവിടെ? ഒരു മുഖമെങ്കിലും താടേ. ഇത് എപ്പോ മൂക്കിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. സമയം തീരാറായി, സമയം തീരാറായി. ശ്രീനാഥ് കുറച്ച് ഉഷാറ്, സമയം ഇപ്പൊ തീരും. ടിക് ടിക് 1 2 3 4 5 6 7 8 9 and 10. മുഖം കിട്ടിയില്ല, മുഖം ഇതാ. പക്ഷെ ഏണേ കോണെന്നുള്ള മുഖമായി പോയി. നമുക്ക് ഇതിന്റെ ഒറിജിനൽ പിക്ക് ഒന്ന് കാണാം. യെസ്, പാട്. ഞാൻ ഇംഗ്ലീഷിൽ വീക്കാ. അഞ്ചു പാട്. നിങ്ങൾ പോസ് ചെയ്യൂ. That is how I know you go. അടിപൊളി. പക്ഷേ ഈ ഗെയിമിൽ തോറ്റിരിക്കുന്നത് പഠിക്കണ്ട, മിക്കവാറും ഞാനായിരുന്നു. എന്റെ ഓൾ ടൈം ക്രഷ് ശ്രീനാഥാണ്. ശ്രീനാഥ്. ശരി, എന്തായാലും ചാക്കോച്ചിനോടുള്ള ആ ഒരു ആരാധന വീണ്ടും തെളിയിച്ചുകൊണ്ട് ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് അഞ്ജുവാണ്. അപ്പൊ ഇനി നമുക്ക് അഞ്ജുവിന് ഒരു നല്ല സമ്മാനം കൊടുക്കണം, അതേപോലെ തന്നെ ശ്രീനാഥിന് നല്ലൊരു പണിഷ്മെന്റും കൊടുക്കണം. അതാണ് എന്റെ ദൗത്യം. എനിക്ക് അഞ്ജുവിന് കൊടുക്കാൻ ഈ വാലന്റൈൻസ് ഡേക്കുള്ള ഒരു സമ്മാനമാണ്. താങ്ക്സിൽ എല്ലാ ദേഷ്യവും എന്നെ തല്ലി കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. താങ്ക്സ്, നിങ്ങളുടെ ഒരു സമ്മാനം. ഇല്ല, എനിക്ക് ഇഷ്ടമല്ലോ ഈ സമ്മാനം. ഇതിലെങ്ങനെ കനപ്പെട്ട വല്ല സമ്മാനമാണെങ്കിൽ ഞാൻ ഭയങ്കര തകർന്നു പോയനല്ലേ. സാരയില്ല, അങ്ങനെ